Arabashibana Harabashi Haragachigana Hadisharigana Arabeshabana Harabashi Varavasha. People are another Madia Padimuna Vakana, Orika, Rakana Haragashi, Haragaragana Harivashava, Ravashava, Ravashava Arabarabana Harbashima, Nagamanaka Shagana Rikana. Udibe Udihari Rikaragashi, Hanagarahashi, Haragashi, എന്നെ Raganagaragasura. ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന സാഹചര്യമൊക്കെ നമുക്കറിയാം അല്ലെ. ഹല്ലേലൂയ. കർത്താവേ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബലഹീനതയിൽ കൂടെ, നമ്മുടെ വേദനയിൽ കൂടെ, ഭാരത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ വാക്യം നമ്മൾ പറയും. പലപ്പോഴും ഈ വാക്യം നല്ല നമ്മുടെ ദൈവത്തിന്റെ വചനം നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ ഉരുവിടുമ്പോൾ അതിന്റെ ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് അനുഭവിക്കാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവിക്കാൻ നമുക്ക് പലപ്പോഴും അതിടെയാണ്. കാരണം നമ്മൾ പറയുന്നത് ഹല്ലേലൂയ അതിൽ വിശ്വസിച്ചുകൊണ്ടാണ് പറയുന്നെങ്കിൽ അതിന്റെ വെളിപ്പാട് ഉൾക്കൊണ്ടാണ് നമ്മൾ പറയുന്നെങ്കിൽ ആ ശക്തിയിൽ നമുക്ക് ആയിത്തീരുവാൻ വേണ്ടി കഴിയും. ഞാൻ എന്റെ ബലഹീനമായ നിമിഷത്തിലൊക്കെ പലപ്പോഴും ഞാൻ ഈ വചനം പറയാറുണ്ട്. ഞാനൊന്ന് സുഖമില്ലായിരുന്ന സമയത്തൊക്കെ എനിക്ക് എഴുന്നേക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഞാൻ ഈ വചനം പറഞ്ഞ് എഴുന്നേൽക്കുമായിരുന്നു. ഹല്ലേലൂയ. നടക്കാൻ കഴിയാത്ത ഈ വചനം പറഞ്ഞ് നടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോ സമയത്ത് നമ്മൾ അതുപോലെ നമ്മൾ ശാരീരികമായിട്ടാണ് മാനസികമായിട്ടാണേലും ഒക്കെ തളർന്നു പോകുമ്പോൾ നമ്മുടെ ഈ വചനം പറയും. കാരണം പൗലോസ് അപ്പോസ്തലൻ പറയാൻ കാരണം ദൈവം പറഞ്ഞത് അപ്പോസ്തലനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്റെ കൃപ നിനക്ക് മതി, ബലഹീനത അത് തികഞ്ഞു വരുമെന്ന്. ഹല്ലേലൂയ. അപ്പൊ ബലഹീനമാകുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മൾ ആവശ്യിക്കണം. അപ്പൊ നമ്മൾ ദൈവത്തോട് കൃപയ്ക്കായി. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ നമ്മൾ ആ ദൈവത്തിന്റെ കൃപയിൽ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളോട് തന്നെ പറയാൻ പറ്റും, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതി. അതിന് മുന്നോട്ടുള്ള വാക്യങ്ങൾ ഞാൻ എപ്പോഴും നമ്മൾ ഈ വാക്യം മാത്രം എല്ലാവരും പറയാറുണ്ടെങ്കിൽ, പക്ഷെ അതിന്റെ വെളിപ്പാട് അതിന്റെ മുന്നോട്ടുള്ള വാക്യങ്ങളിലൂടെ വായിക്കുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അത് 10 തുടങ്ങിയിട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ട് നമുക്കറിയാം അപ്പോസ്തലൻ ഏത് സാഹചര്യത്തിൽ ഇത് പറയുന്നെന്നുള്ള. 10 തുടങ്ങിയത് വായിക്കാം സിസ്റ്റർ. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു, എങ്കിലും അവസരം കിട്ടിയില്ല. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ പറയുന്നേ ആമേൻ. ഹല്ലേ. ഞാൻ ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്ത് അവസ്ഥയിൽ കൂടെ പോകുമ്പോൾ അലംഭാവത്തോട് ഹല്ലേലൂയ അതിന് അവർ പ്രത്യേകിച്ച് അതിനെ കുറിച്ച് വലിയ ബോധമല്ലാതിരിക്കാൻ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നത് എനിക്കറിയാം. പിന്നെ എന്താ പറയാ, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. അപ്പൊ താഴ്ച കൂടെ പോയാലും ഒരുപാട് സമൃദ്ധി കൂടെ പോയാലും അങ്ങനെ ജീവിക്കാനായിട്ട് എനിക്കറിയാമെന്ന് പറ. അത് പക്ഷെ പറയുന്നത് എല്ലാം ഞാൻ ശീലിച്ചു. എന്നെ എവിടെ പറയാൻ സമൃദ്ധി ഇരിപ്പാനും എനിക്കറിയാം. അപ്പൊ ഇവിടെ താഴ്ച ഇരിപ്പാനും എനിക്കറിയാം, തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധി ഇരിപ്പാനും എനിക്കറിയാം. അപ്പൊ തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും എനിക്ക്. അപ്പൊ താഴ്ചയിൽ ഇരിക്കുമ്പോഴും തൃപ്തനായിരിക്കാൻ, വിശന്നിരിക്കുമ്പോഴും തൃപ്തനായിരിക്കാൻ. ഏത് അവസ്ഥയിൽ ഇരിക്കുമ്പോഴും ഹല്ലേലൂയ അവിടെയെല്ലാം അവിടെയെല്ലാം തൃപ്തനായിരിക്കാൻ വേണ്ടിയിട്ട് ആ അപ്പോസ്തലൻ അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ നമുക്ക് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അവസ്ഥയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് അവിടെ തൃപ്തിയോടുകൂടി ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അലംഭാവത്തോടുകൂടി ഇരിക്കണമെങ്കിൽ, അതിനെക്കുറിച്ച് ബോധരിക്കണമെങ്കിൽ എങ്ങനെ പറ്റാ, ദൈവത്തിന്റെ കൃപ നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ കൃപയുള്ളൂ. അതുകൊണ്ട് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായെന്ന്. ഹല്ലേലൂയ. അപ്പൊ ആ ശക്തി എവിടെ നിന്ന് വരുന്ന വെച്ചാൽ ദൈവത്തിൽ നിന്ന് വരുന്ന കർത്താവ് യേശുക്രിസ്തുവിന് വരുന്നത്. കൊലോസ്യർ ലേഖനം 1 അധ്യായത്തിന്റെ 15 വാക്യം തുടങ്ങിയെന്ന് വായിച്ചേ. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനു മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അതെ. ഹല്ലേലൂയ. അവൻ സഭയുടെ ശരീര തലയുമാകുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത്
അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ സർവ്വ സൃഷ്ടിക്കും ആദ്യ ജാതനുമാണ്. നമ്മളെപ്പാടെ പറഞ്ഞ് അതിനെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ അല്ലെ മതിയായവളെന്ന് പറയും. ആ ശക്തനാക്കുന്നതിന് മുഖാന്തരം അതാരാണെന്ന് നമ്മൾ അറിയണം. കാര്യം നമ്മുടെ പറയുന്ന കർത്താവ് യേശു ക്രിസ്തു, അല്ലെങ്കിൽ അത് ആരാണെന്ന് ഉൾക്കൊണ്ട് വേണം നമ്മൾ പറയേണ്ടത്. അപ്പൊ ആ ശക്തനാക്കുന്നവൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്ക് ആദ്യ ജാതനുമാകുന്നു. ഹല്ലേലൂയ. നമ്മൾ നോക്കുമ്പോ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന് എന്താന്ന് ചോദിച്ചാൽ 2024 വർഷത്തിന് മുമ്പാന്ന് നമ്മൾ പറയും. പക്ഷേ അല്ല, ഹല്ലേലൂയ, അവൻ സർവ്വ സൃഷ്ടിക്കും ആദ്യ ജാതനാകുന്നു. സർവ്വ സൃഷ്ടിക്കും ആദ്യ ഇപ്പൊ നമ്മളിവിടെ ഇപ്പൊ ഈ ഭൂമിയിലേക്ക് യേശു കർത്താവ് വന്ന ആദ്യ ജാതൻ നമ്മളെ കുറിച്ച്. പക്ഷെ അതല്ല, ഭൂമിക്ക് അടിസ്ഥാനം ഇടുമ്പം പോലെ അവൻ കർത്താവ് ഇപ്പൊ പിതാവ് പുത്ര പരിശുദ്ധാത്മ ഈ സർവ്വ സൃഷ്ടിക്ക് മുൻപേ ഉള്ളതാണ്. എന്ന് വെച്ചാൽ ഈ നിത്യത മുതൽ നിത്യത വരെ ഹാലയില്ല കർത്താവ് യേശുക്രിസ്തു ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു ഇപ്പോഴല്ല, ഹാലയില്ല, അവൻ സർവ്വ സൃഷ്ടിക്ക് ആദ്യ ജാതൻ. സ്വർഗത്തിലും ഭൂമിയിലുള്ള അദൃശ്യമായ സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകല അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരം അവനായിട്ട് സകലം സൃഷ്ടിച്ചു. അപ്പം ഇവിടെയുള്ള ഹാലയിൽ എന്തൊക്കെ ഉണ്ടോ, ദൃശ്യമായതോ അദൃശ്യമായതോ, നമുക്ക് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകല അവൻ മുഖാന്തരം. എന്നിട്ട് അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അത് പൂർത്തിയാക്കേണ്ട എഴുതിയിട്ട് അവൻ മുഖാന്തരവും അവനായിട്ട് സൃഷ്ടിച്ചു. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിന് വേണ്ടിയല്ല, ദൈവത്തെ ആ നമ്മളിരിക്കുന്ന എന്നെ ശക്തനാക്കുന്നവന് വേണ്ടിയിട്ടാണ് ഈ സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ ആ ശക്തനാക്കുന്നതിന് മുഖാന്തരമാണ് നമ്മൾ പറയുന്നത് നമ്മൾ സകലത്തിന് മതിയാകും. അപ്പൊ ശക്തനാക്കുന്നതിന്റെ ശക്തി എത്രയാണ്, അവന്റെ അധികാരം എത്രയാണ്, അത് ആരാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലെ, നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ ചില വചനങ്ങളൊക്കെ പറയുമ്പം ഹല്ലേലൂയ അത് എത്രത്തോളം പവർഫുൾ ആണെന്ന് ഉൾക്കൊണ്ടിട്ട് വേണം പറയാൻ. അതിനകത്തിരിക്കുന്ന അധികാരം എത്രയാണെന്ന് അറിഞ്ഞിട്ട് വേണം പറയാനായിട്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മളിപ്പോ അവിടെ നിന്നിട്ട് നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ ഓരോ ആൾക്കാരെ എനിക്കറിയാം, അല്ലെങ്കിൽ അവരിരിക്കും, പക്ഷെ അവർ എത്രത്തോളം പവർഫുൾ ആണെന്ന് അറിഞ്ഞിട്ട് അതനുസരിച്ചിരിക്കും നമുക്ക് അവരോടുള്ള ബന്ധം അനുസരിച്ചിരിക്കും ആ പവർ. അപ്പൊ ഇവിടെ നമ്മൾ ഹല്ലേലൂയ എപ്പോഴും പൗലോസ് അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം ഹല്ലേലൂയ ആമേൻ, ക്രിസ്തു ആരല്ലെ, ആ പൗലോസ് അപ്പോസ്തലൻ വ്യാപരിച്ച ശക്തി എന്താണ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാ പറഞ്ഞ് അമ്മ എന്നെ ശക്തരാക്കുന്നത് മാത്രം ഞാൻ. അപ്പൊ അവിടെ അതുപോലെ പറഞ്ഞ് വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുന്ന അത്യന്ത ശക്തി, ഹല്ലേലൂയ, ആ വിശ്വസിക്കുന്നവർക്കുണ്ട് വ്യാപരിക്കുന്ന അത്യന്ത ശക്തി നമ്മുടെ ഉള്ളിൽ ഈ മൺകൂടാരങ്ങളെ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ആ ശക്തിയായവൻ, ആ ശക്തനായവന്റെ ക്വാളിറ്റിയാണ് പറഞ്ഞത്. ദൈവത്തിന്റെ പ്രതിമ, അദൃശ്യനാ ദൈവത്തിന്റെ പ്രതിമയാണ് കർത്താവ് യേശുക്രിസ്തു. ആ കർത്താവ് യേശുക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ഈ സകലവും സൃഷ്ടിക്കുക. അത് അധികാരമാകട്ടെ, വാഴ്ചയാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, ദൃശ്യമായതാകട്ടെ, അദൃശ്യമായത്. നമ്മളെപ്പോഴും ആത്മീയരായിരിക്കുമ്പോൾ നമ്മൾ ദൃശ്യമായതിലേക്കല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ അദൃശ്യ മണ്ഡലത്തെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ പലപ്പോഴും കാണുന്ന നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വെളിപ്പെട്ട് വരുന്ന ഒരു മനുഷ്യൻ ഞങ്ങളുടെ വിശ്വാസം എപ്പോഴും പറയുന്ന കണക്ക് ഒരിട ടിവിയുടെ പരസ്യം പോലെ കൊമ്പും വെച്ചിട്ട് മൊട്ടത്തലയും കൊണ്ടൊരാൾ മുമ്പ് വന്നതാണ് നമ്മൾ പരീക്ഷിക്കുന്നെങ്കിൽ നമുക്ക് കാണാം. അപ്പൊ നമ്മൾ അയാൾ ഓടിക്കാൻ നോക്കും, അയാളെ നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിലോട്ട് കേട്ടാതിരിക്കാൻ നോക്കി വെച്ചു. പക്ഷേങ്കില് ഈ അദൃശ്യനായിട്ട് നമ്മളിലേക്ക് വരുമ്പോഴാണ്, നമ്മുടെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നില്ല. നമുക്ക് അവരെ കാണാൻ, അതുപോലെ നമ്മുടെ ആത്മക്കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ നമുക്ക് കാണാനേ കഴിയും. അന്ന് അടിയൊക്കെ തന്ന് നമ്മളെവിടെയും വീണൊക്കെ കിടക്കുമ്പോഴേക്കും നമ്മൾ എവിടെ നിന്ന് കിട്ടി, എങ്ങനെ വന്നു എന്നൊക്കെ ആലോചിക്കുന്നത്. അദൃശ്യനായിരിക്കുന്ന ഒരു മണ്ഡലം, അദൃശ്യമായ ഒരു മണ്ഡലമുണ്ട്. ഈ അദൃശ്യ മണ്ഡലത്തെ നമ്മൾ കാണണം. അദൃശ്യ മണ്ഡലത്തെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകണം. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതിനപ്പുറം ഒരു ലോകമുണ്ട് ഇവിടെ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഇന്നലത്തെ വചനത്തെ നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ പറഞ്ഞ ലോകം എന്നുള്ള ദൈവം ഉദ്ദേശിക്കുന്ന, ദൈവം പറഞ്ഞിരിക്കുന്ന ആ വേർഡ് പല കോണ്ടസ്റ്റിൽ. അപ്പൊ ഇവിടെ നമ്മൾ ആയിരിക്കുന്നിടത്തൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിലുള്ള നമ്മളായിരിക്കും. ആ സിസ്റ്റത്തെയാണ് ലോകം എന്ന് പറയുന്നത്. ആ ലോകം ദൈവം സൃഷ്ടിച്ച സിസ്റ്റം അല്ലത്. ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ള ദൈവത്തിന്റെ ദൈവത്തിന്റെ അതനുസരിച്ചുള്ള സൃഷ്ടിപ്പല്ല ഈ ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഈ സിസ്റ്റം ഈ ലോകത്തിലെ ദൈവം സൃഷ്ടിച്ചതാണ്. ഈ ലോകത്തിലെ ദൈവം സൃഷ്ടിച്ച ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സിസ്റ്റത്തെ നമ്മൾ അറിയാതെ പോകരുത്. ഈ കാണുന്നതൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ പലതും ഇപ്പൊ കാർട്ടൂൺ ക്യാരക്ടറൊക്കെ അതൊക്കെ ആയിട്ട് അത് കണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് അവരതിന്റെ പിന്നാലെ പോകും. പക്ഷേ അവരതിന്റെ പിന്നാലെ പോകുമ്പോൾ അവർക്ക് അറിയത്തില്ല. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു രസകരമായ ന്യൂസ് കണ്ട്, ഞാനതിങ്ങനെ എന്റെ മുഖത്ത് എനിക്കൊന്ന് ഇംഗ്ലണ്ടിലാണോ UK എവിടെ അത് സ്ഥലം എനിക്ക് ഓർമ്മയില്ല. ഒരു പള്ളി വികാരി പള്ളിയിൽ അച്ഛന പള്ളി വികാരി വീഡിയോ ഗെയിം കളിച്ച് അഡിക്ഷൻ ആയിട്ട് എന്നുവെച്ചാൽ ചർച്ചിന്റെ കാശെടുത്ത കളിച്ച് 30 ലക്ഷം രൂപയോ
എങ്ങാണ്ട് പുള്ളി ഈ വീഡിയോ ഗെയിമിന് വേണ്ടി സ്പെൻഡ് ചെയ്ത് അവരുടെ പള്ളിയുടെ കാർഡ് വെച്ചിട്ടാ കളിച്ചത്. കളിച്ച് 30 ലക്ഷം രൂപ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പുള്ളിയെ ഇതിങ്ങനെ മനസ്സിലായപ്പോഴാണ് പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് പുള്ളി പറയുന്നത് വീഡിയോ ഗെയിം കളിച്ചിട്ട് ഓൺലൈനിൽ കയറി ഗെയിം കളിച്ച് നഷ്ടപ്പെട്ടതാണ് ഈ പൈസയാണ്. അല്ല അത് തെളിവുണ്ട്. പുള്ളി ഓൺലൈൻ ഗെയിംസ് തന്നെ കളിച്ചു. പുള്ളി ഗെയിമിന് അഡിക്ഷൻ ആയി പോയത്. അപ്പൊ പുള്ളി അങ്ങനെ ഗെയിം കളിക്കുമ്പോൾ ഈ ഓരോ സ്റ്റേജൊക്കെ ഒന്ന് റീചാർജ് ചെയ്ത് കൊടുക്കാൻ വേണം പോലും. അപ്പൊ അങ്ങനെ കളിച്ചിട്ട് 30 ലക്ഷം. അപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു അഡിക്ഷൻ ഇതിലേക്ക് നമ്മൾ ഒരു തമാശക്കായിരിക്കും ചിലപ്പോൾ പുള്ളി സ്റ്റാർട്ട് ചെയ്ത് നോക്കും. ഹല്ലേലൂയ. ഈ തമാശക്ക് കളിച്ചു തുടങ്ങിയിട്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ തമാശയല്ല, അതിനെ നിന്ന് പുറത്തു വരാൻ കഴിയാതെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ശക്തിയുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇതൊരു സാധാരണ ഒരു തമാശക്കല്ലേ സിസ്റ്റർ. മിക്ക കള്ളുകൂടിയന്മാരും കള്ളുകുടിച്ചു എന്ന് പറഞ്ഞ കമ്പനിക്ക് വേണ്ടി തമാശക്ക് തുടങ്ങുന്നതാണ്. പിന്നീട് അവര് പോലും അറിയാതെ അതിനുള്ളിലേക്ക് ആയി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളാരും ദൈവമല്ല, നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്കെല്ലാം ബലഹീനതകളുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ വെറും തമാശക്കായിരിക്കും ചിലപ്പോൾ ഒരു കാര്യമൊക്കെ തുടങ്ങി വെക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തു. പക്ഷേ പിന്നീട് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ നമ്മൾക്ക്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലതെല്ലാം നമ്മുടെ കൺട്രോളിലല്ല. നമ്മൾ എത്രയൊക്കെ ആഗ്രഹിച്ചാലും കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും നമ്മുടെ കൺട്രോളിൽ ഒതുങ്ങാതെ നിൽക്കുന്ന, അപ്പൊ നമ്മളെ നിയന്ത്രിക്കുന്ന മറ്റൊരു അദൃശ്യമായ ഒരു ഫോഴ്സ് ഉണ്ട് ഇവിടെ. ആ അദൃശ്യമായ ഫോഴ്സ് നമ്മൾ ഏത് ഫോഴ്സ്, ബ്ലാക്ക് ഇരുട്ടാണ് വെളിച്ചമാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടതെന്ന്, നമ്മൾ ഏതിലാണ് കൂടുതൽ നമ്മൾ ആയിരിക്കുന്നതെന്നും നമ്മൾ എവിടെയാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതെന്ന് അതനുസരിച്ചിരിക്കും ഈ കൺട്രോൾ ചെയ്യുന്നത്. എങ്ങനെ ഞാനിപ്പോ ദൈവത്തിന്റെ വചനത്തിലും പരിശുദ്ധാത്മാവിലുമാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ എന്നെ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് തന്നെയായിരിക്കും, ഒരു സംശയം വേണ്ട. പക്ഷേ ഞാൻ വിശ്വാസിയായിരിക്കുമ്പോൾ പോലും ഞാൻ എന്റെ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് മറ്റുള്ള കാര്യങ്ങൾ, ലോകപരമായ കാര്യങ്ങളിലേക്കാണ് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ എന്നെ കൺട്രോൾ ചെയ്യുന്നത് വെളിച്ചമല്ല, ഇരുട്ടായിരിക്കും, ഇരുട്ടിന്റെ ശക്തികളൊക്കെ. ഏതെങ്കിലും ഒരു ഫോഴ്സിൽ നമ്മൾ ആ കൺട്രോളിലായിരിക്കും നമ്മൾ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മളപ്പോ പറയും എന്നെ ശക്തനാക്കുന്നത് ഞാൻ സകലത്തിനും മതിയാൽ നീ വചനം പറയുമ്പം ഹല്ലേലൂയ, ഈ വചനത്തിനനുസരിച്ച് നമ്മൾ അതിനെ അനുവദിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ഈ വചനം പറഞ്ഞുകൊണ്ട് വെറുതെ ഒരു കാര്യമില്ല. അവിടെ നമ്മൾ പറയുന്നത് ശക്തനാക്കുന്ന മാതിരി പറയുമ്പോ ചിലപ്പോൾ നമ്മളിരിക്കുന്ന മറ്റു വല്ലവരൊക്കെ ആയിരിക്കും അതായിരിക്കും നമ്മളിരിക്കുന്ന ശക്തൻ. നമ്മളിരിക്കുന്ന എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്ത് പറയും, എന്നെ ശക്തനാക്കുന്ന ആരാണെന്ന് തിരിച്ചറിഞ്ഞേ പറയാവുള്ളൂ. ഇപ്പൊ എന്നിലിരിക്കുന്ന ശക്തി മറ്റു വല്ലത്തിന്റെ ശക്തിയാണ്. ഞാനെന്ന് പറഞ്ഞ ആ ശക്തിയായിരിക്കും എന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഞാനിപ്പോ പറയാം എന്നെ ശക്തനാക്കുന്ന ദൈവം കർത്താവ് യേശു ക്രിസ്തുവാണ് എന്നിൽ ഇരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, എന്റെ പരിശുദ്ധാത്മാവാണ് എന്നെ ഇരിക്കുന്നതെങ്കിൽ ആ ശക്തനാണ് എന്നെ ശക്തി തരുന്നത്. പക്ഷെ എന്നെ ഇരിക്കുന്ന വേറെ എന്തിനെങ്കിലും വെച്ചോണ്ടാ ഞാൻ പറയുന്നെങ്കിൽ അതായിരിക്കും എന്നെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എപ്പോഴും ഞാൻ പറഞ്ഞൊരു ടെസ്റ്റിമണി ഒരു പാസ്റ്റർ ഞാൻ സാക്ഷ്യം പറഞ്ഞു, ഹല്ലേലൂയ, പിശാജ് അവരോട് പറഞ്ഞു, പിശാജ് ഒരു സ്ത്രീയിൽ പിശാജ് ഇളകി. ആ പിശാജ് പറഞ്ഞെന്താ, ഞാൻ സഭയിലെ മെമ്പറാ, ഓതറൈസ്ഡ് മെമ്പർ, ഞാൻ പുറത്തു പോകത്തില്ല. വാദിക്കുകയാണ്, തർക്കിക്കുകയാണ്. എന്താ കാര്യം എന്താ? അവര് പറയുന്നത് ഈ സ്ത്രീ ആ പിശാജ് കൂടിയ സ്ത്രീ സ്നാനപ്പെട്ടപ്പോ ഈ പിശാചിനെയും വെച്ചുകൊണ്ട് അവർ സ്നാനപ്പെട്ടത്. പിശാചിനെയും വെച്ചുകൊണ്ട് ആദ്യമായിട്ട് കർത്തൃമേശ എടുത്ത്, പിന്നെ എല്ലാ ആഴ്ചയും സഭയിൽ ആരാധനയ്ക്കും അതേ പിശാചിനെയും കൊണ്ടാ, എല്ലാ മാസത്തിലും കർത്തൃമേശ എടുക്കുന്ന ഈ പിശാചിനെയും കൊണ്ടാ. പിശാച് പറയുമ്പോ ഞാൻ സഭയിലെ മെമ്പർ, ഞാൻ പോകത്തില്ല. ഹല്ലേലൂയ. അപ്പം അവിടെ ശക്തിപ്പെട്ടിരിക്കുന്ന സാധനം ഏതാണ്? അതാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് അവർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതത്തെ തവിട് പൊടിയാക്കുന്ന രീതിയിൽ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന, അവരിൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. അപ്പൊ നമ്മൾ വ്യാപരിക്കുന്ന ശക്തി ഏതാണ്? ചില ആൾക്കാരെയൊക്കെ നമ്മൾ എത്ര വചനം പറഞ്ഞു, എത്ര ഉപദേശിച്ചാലും, എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പിന്നെയും നമ്മുടെ നാട്ടിൽ ശങ്കരൻ പിന്നെ തെങ്ങേ തന്നെ എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ സ്വഭാവം കാണിക്കുക എന്താ വെച്ചാൽ അവരെ കൺട്രോൾ ചെയ്യുന്നത് ആ ശക്തിയാണ്. നമുക്കതൊരു ചിലപ്പോ ഒരു ഫോഷ്കാണെന്നോ അല്ലെങ്കിൽ ചിലപ്പോ എന്താ പറയാ ഒരു സീരിയസ്നെസ് ഇല്ലായ്മയാണെന്നൊക്കെ തോന്നും. പക്ഷെ അല്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിക്കുക, അത് നമ്മൾ വിചാരിക്കുന്ന കണക്ക് അവരുടെ ജീവിതത്തിൽ സീരിയസ് ഇല്ലായ്മയോ അല്ലെങ്കിൽ അവര് പൊട്ട ബുദ്ധി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ പൊട്ട ബുദ്ധി ഒന്നും അല്ല. ഹല്ലേലൂയ. അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫോഷ്കിന്റെ ആത്മാവ് അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അവരെ ചെയ്യുന്നത്. നമ്മൾ പറയത്തെ എത്ര ഉപദേശിച്ചാലും പിന്നെ അങ്ങനെ തന്നെ ചെയ്യും. ചില ആൾക്കാരെല്ലാം കേൾക്കും, തലയാട്ടും, എല്ലാം എഗ്രി ചെയ്യും. പക്ഷെ അവരുടെ ലൈഫ് വീണ്ടും ആരോ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നതൊക്കെ പോകും. അതിന്റെ കാരണം അവരിലിരിക്കുന്ന ഫോഷ്കിന്റെ ആത്മാവ് അവർ ഫോഷ്കിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു.
ഹാലെ ഈ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയി മറന്നുപോലെ നമ്മൾ തന്നെ പറയോ എന്താണെന്നറിയത്തില്ല ഹാലെ പിന്നെ അത് തന്നെ അങ്ങ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് പറ്റും അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോഴൊക്കെ അയ്യോ ആണോ അങ്ങനെയാണോ അയ്യോ അത് ചെയ്യാൻ പാടില്ലല്ലോ പിന്നെ നമ്മൾ ഉപദേശമൊക്കെ കൊടുക്കും പക്ഷേ ഇല്ലേ പിന്നെ ഇത് തന്നെ ചെയ്യുന്ന കാണാൻ പറ്റും. ചില ആൾക്കാരുണ്ട് പിന്നെ എന്താ പറയാ ഇപ്പൊ റോഡിൽ നിന്ന് ആരെങ്കിലും വർത്താനം പറഞ്ഞ ഒരു പരിചയം വേണ്ട എന്നിട്ട് അവർ ചോദിക്കാൻ ഫോൺ നമ്പർ കൊടുത്തതും കൊടുത്തെല്ലാം പോരും എന്നിട്ട് അപ്പൊ നമ്മള് എന്തിനാ ഇത് ചെയ്ത് നിനക്ക് മറ്റേ പരിചയമുണ്ട് അത് ഇത്രയും ആൾക്കാർ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് നടക്കുന്നില്ല നിനക്ക് ബുദ്ധിയില്ലെന്ന് വെച്ചാൽ അയ്യോ ആണോ അങ്ങനെയാണോ എന്ന് വെച്ചു പിന്നെ ഇത് തന്നെ പ്രവർത്തിക്കുമെങ്കിൽ അല്ല എന്താന്ന് വെച്ചാൽ അവരുടെ ഹാലിൽ ആ ബുദ്ധി ഇല്ലായ്മ എന്ന് പറയുന്ന കാര്യം ബുദ്ധി ഇല്ലായ്മയല്ല അവര് ഒരു മറ്റൊരു വ്യക്തി സ്പിരിറ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട് സംഭവിക്കുന്നത്. കാരണം നമുക്ക് പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മ സുബോധത്തിന്റെ ആത്മാവാണത്. കാരണം നമുക്ക് സുബോധത്തെ സകലത്തിൽ നമ്മൾ സുബോധത്തോടെ കൂടി വർക്ക് ഞാൻ പറയാം നമ്മൾ എത്ര ആത്മാവ് കരുതും തുള്ളിയാലും ഞാൻ പറയാം പരിശുദ്ധാത്മ നമ്മൾ വരുമ്പോൾ നമ്മളൊക്കെ കൈയടിക്കാൻ ചിലപ്പോൾ ചാടയൊക്കെ ചെയ്ത സമയം കഴിയും പക്ഷെ അന്നേരം നമ്മുടെ ഷോള് പോലും തലയിൽ താഴെ വീണ നമ്മൾ അറിയും അത് തിരിച്ചറിയും. കാരണം വെച്ചാൽ പരിശുദ്ധാത്മാവ് ബോധം കെട്ടുപോകുന്ന ആത്മാവല്ല നമുക്ക് തന്നെ സുബോധത്തിന്റെ ആത്മാവിനെ തന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഒരു വസ്ത്രം മാറിപ്പോയാല് നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും മാറി ഒരു ഷോള് നമ്മൾ തലയിട്ടേക്കുന്ന മാറിപ്പോയപ്പോഴും പരിശുദ്ധാത്മാവ് അത് നമുക്ക് ബോധത്തോടു കൂടി ഇതിനെ നമുക്ക് ഓർമ്മ തരുന്ന പരിശുദ്ധാത്മാവാണ്. അപ്പൊ അങ്ങനെ അല്ലാതെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കൽ കണ്ടിരുന്നു ഒരു സമയം ഞാൻ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു സിസ്റ്റർ എപ്പോഴും വർഷിപ്പ് അങ്ങോട്ട് തുടങ്ങും ഭയങ്കര കയ്യടി ചാടി തുള്ളി അതിനകത്ത് ചർച്ച മൊത്തം നടന്നു തുള്ളും പുള്ളിക്കാര്. അപ്പൊ ഞാൻ 2-3 പ്രാവശ്യം ഇങ്ങനെ ആയപ്പോഴത്തെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ദൈവമേ ഇത് പരിശുദ്ധാത്മാണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോഴേ ഒരു ദിവസം എന്റെ അടുക്കൽ വന്ന് എന്നവര് അവരുടെ ഇരുന്ന അതിന്റെ കഷ്ടകാലമായിരിക്കും എന്റെ അടുത്ത് വന്നിരുന്നു ഹാലയിൽ ഇവര് കുറച്ച് കഴിയപ്പോ ഇതുപോലെ വർഷിപ്പ് പറഞ്ഞ് ഇവര് തുള്ളാൻ തുടങ്ങി. അപ്പൊ തുള്ളാൻ തുടങ്ങി ഞാൻ പയ്യെ പരിശുദ്ധാത്മാവിനോട് കണ്ണൂർ നോക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട് അവര് താഴെ വെച്ച് ബൈബിളിന്റെ മേലെ നിന്ന് തുള്ളിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. അപ്പം താഴെ ഇരിക്കുന്ന ബൈബിളിന്റെ മേലെ തുള്ളുമ്പോഴും ചാടുമ്പോഴും അല്ലെങ്കിൽ ഒരു സഭയിൽ നിൽക്കുന്ന അഭിഷിക്തൻ തിരിച്ചറിയണം ഇവര് ഹാലയില് തുള്ളുന്നത് എന്ത് ആത്മാവിലാണ്. അല്ലാതെ അതിനെ ആര് ചാടിയാലും അതിനെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാനല്ല ഹാലല്ല നമ്മളെ ദൈവം ആക്കി വെച്ചിട്ടുണ്ട് ഹാലല്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ഒരു ബൈബിളിന്റെ അപ്പൊ എനിക്ക് മനസ്സിലായി ബൈബിളിന്റെ മേൽ ചവിട്ടിക്കൊണ്ട് താഴ്ച തുള്ളുന്ന ആത്മാവ് ഒരിക്കലും പരിശുദ്ധാത്മാവല്ല. ഹല്ലേലൂയ. അപ്പൊ ഞാൻ എന്നെ ശാസിച്ചു ഹല്ലേലൂയ. അതുകൊണ്ട് അവർ തുള്ളരുത്. പക്ഷെ അതുകൊണ്ട് അവര് ആ സഭയില് മീൻസ് പിന്നെ അവരുടെ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയാണ്. അവരുടെ ആ ഫാമിലി പുജരയിലൊക്കെ ട്രാൻസ്ഫർ ആയി പോയപ്പോ അവർ അതോടുകൂടി ഇവിടുന്ന് പോകെ തന്നെ. പക്ഷേ നമ്മൾ തിരിച്ചറിയണം ഹല്ലേലൂയ എല്ലാ എന്താ അപ്പൊ നമ്മൾ വ്യാപരിക്കുന്ന നമ്മളപ്പോ ശക്തനാക്കുന്ന മുഖാന്തരം ഇന്ന് നമ്മൾ കാണുന്ന പല ഭൂതങ്ങളും ഹല്ലേലൂയ പല ദുരാത്മാക്കളും നിന്ന് തുള്ളുന്നതും ചാടുന്നതും ഒക്കെ നമ്മൾ നമ്മൾ നിൽക്കുന്ന സഭയ്ക്കുള്ളിൽ തന്നെ നിന്നാണ് തിരിച്ചറിയാതെ പോകരുത്. കാരണം ഇത് പുറത്തല്ല. കൂടുതൽ പുറത്തുനിന്ന് കൊണ്ടുകൊണ്ട് വന്ന അകത്ത് വന്ന ഇത് ഒഴിവായി പോകണം. പക്ഷെ ഇന്ന് ഇരിക്കുന്ന അവിടെ തന്നെ ഇരിക്കുക ഹല്ലേലൂയ ഞാൻ മാസങ്ങളായി വർഷങ്ങളായി അല്ലെങ്കിൽ ഞാൻ കർത്തൃമേശ എടുത്തോണ്ടിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ വ്യാപരിക്കുന്ന ശക്തി ആരുടെയാണ് തിരിച്ചറിയണം. ഈ അത്യന്ത ശക്തി ഇത് ആരുടെ ശക്തി യേശു കർത്താവിന്റെ ശക്തിയാണോ കർത്താവ് യേശുക്രിസ്തു തന്നെയാണോ നമ്മിൽ വ്യാപരിക്കുന്നത്. അത് നമ്മിൽ വ്യാപരിക്കുന്ന മറ്റൊന്ന് കർത്താവ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ സ്വഭാവത്തെ തിരിച്ചറിയാൻ പറ്റും. നമ്മളിൽ വരുന്ന ഫലം ഏതാണ് അതിൽ തിരിച്ചറിയാൻ പറ്റും. അല്ല നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളെല്ലാം കാണുമ്പോൾ അസൂയാണ് വരുന്നത്. ഒരാളുടെ നന്മ കാണുമ്പോൾ അസൂയ വരുന്നുണ്ടോ എങ്കിൽ നമ്മൾ ഇരിക്കുന്ന ആത്മാവിനെ ഒന്ന് ശോധന ചെയ്ത് നോക്കണം. ഹല്ലേലൂയ. നമുക്ക് മറ്റൊരാളുടെ ഉയർച്ചയെ സന്തോഷിക്കാൻ കഴിയുന്നില്ലേ? മറ്റൊരാൾ നമ്മളെക്കാട്ടി മേളിലേക്ക് പോകുമ്പോൾ ആത്മീയമായിട്ടായിട്ട് ഭൗതികമായിട്ടായിട്ട് മറ്റേത് മേഖല അവര് ഉയർന്നു പോകുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നില്ലെങ്കിൽ നമ്മൾ ശോധന ചെയ്ത് നോക്കണം നമ്മളിരിക്കുന്ന ആത്മാവ് ഏതാണെന്ന്. നമ്മൾ മറ്റൊരാളെ കുറിച്ച് എപ്പോഴും കുറ്റങ്ങളും കുറവുകളും മാത്രമേ പറയത്തുള്ളൂ. ഹല്ലേലൂയ. അവരെ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് ഫലം വെച്ചാൽ അത് അവരെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം പറയുന്നത്. അല്ലാതെ കാണുന്നവരോടൊക്കെ അവർ കുശുമ്പും കുന്നായ്മയും പറയാൻ നിൽക്കരുത്. നമ്മൾ ചെവി കൊടുക്കുന്ന കൂടുതൽ നേരം കേൾക്കാനായിട്ട് ചെവി കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമ്മൾ ശോധന ചെയ്യണം. നമ്മൾ പറയാനായിട്ട് നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ നാവിനെ എങ്ങനെ നമ്മുടെ കണ്ണിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ വരുന്ന ഹൃദയത്തിൽ വരുന്ന വിചാരങ്ങൾ എന്തൊക്കെയാണ് ആരും അറിയത്തില്ല നമ്മുടെ ഹൃദയത്തിൽ വരുന്ന വിചാരം. പക്ഷെ ദൈവത്തിന് അറിയാം. ഇവിടെയൊക്കെ നമ്മൾ വന്ന് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോഴൊക്കെ ആൾക്കാരെ കാണുമ്പോൾ അല്ലെ മുഖത്തെ സന്തോഷിച്ച് വർത്താനൊക്കെ പറയും. ഉള്ളിൽ പക്ഷേ നമുക്ക് അവരോട് കയ്പാണോ വെറുപ്പാണോ. അപ്പൊ നമ്മൾ ഡബിൾ മൈൻഡഡ് പേഴ്സണാലിറ്റി ആണ്. ഇതൊന്നും ദൈവത്തിൻ്റെതല്ല. ദൈവത്തിൻ്റെതാണെങ്കിൽ ഇതൊന്നും വരുത്തില്ല നമ്മളിൽ.
നമ്മൾ ഒരാൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഒരാളെ കാണുമ്പോൾ അവരെ ഒന്ന് പ്രൈസിലോട് പറഞ്ഞ് ആമേ സ്നേഹത്തോടൊന്ന് ആമേ ഹാലയിൽ അവർക്കൊരു കൈ കൊടുക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്യുമ്പോൾ അവരോട് ശരിക്കും ഉള്ളിൽ ആമേ പൂർണ്ണ സന്തോഷത്തോടും സ്നേഹത്തോടും തന്നെയാണോ ചെയ്യുന്നത്? ഹാലലി ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്ന പലതും ഹാലലി എങ്ങനെയാണ് നമുക്ക് ഞാൻ പറയാം, മറ്റൊരാളെ നമുക്ക് വിധിക്കാനായിട്ട് നമുക്ക് അവകാശമില്ല. പക്ഷേ നമ്മളെ വിധിക്കണം, നമ്മളെ ശോധന ചെയ്യണം. നമ്മളിരിക്കുന്ന ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും ഓരോ കാര്യങ്ങളിലും ഹല്ലേലൂയ. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, നമ്മൾ ചിലപ്പോൾ ദ്രോഹിച്ചരായിരിക്കും, നമ്മളെ ചിലപ്പോൾ കുറച്ച് ഇല്ലാത്ത പറഞ്ഞായിരിക്കും ഒക്കെയായിരിക്കും. പക്ഷെ അവർക്കൊരു ആപത്ത് നന്നായി ഇപ്പൊ അല്ലെ, ഞാൻ പണ്ടേ വിചാരിച്ചിരുന്നില്ല എങ്ങനെയാണ് സംഭവിച്ചു അല്ലെ. ഇങ്ങനെ നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവല്ല. ഹല്ലേലൂയ. കാരണം ജഡം നമ്മളെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് ജഡികം. പക്ഷെ ജഡികമായ സ്വഭാവങ്ങളും മറ്റുള്ളവർക്ക് ദ്രോഹമാലിപ്പം നമ്മൾ മറ്റൊരാളെ ദ്രോഹിക്കാനായിട്ടൊന്നും മുമ്പിൽ നിൽക്കരുത്. ഹാലേലി. അവർ പലരും അവരുടെ ഭാഗത്ത് ചിലപ്പോൾ തെറ്റ്, അപ്പൊ നമ്മൾ ആ ഭാഗത്ത് വരുമ്പോൾ നമ്മൾ എപ്പോഴും ദാവീദിനൊക്കെ തന്നെ മുന്നിൽ കാണണം. ഹാലേലിയ. ദാവീദ് പറയും ശൗലിനെ ശൗലിന്റെ വസ്ത്രത്തിന്റെ ഒരു പാട്ട് മുറിച്ചെടുത്ത ദാവീദ് ദുഃഖിച്ചു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദൈവത്തിന് അഭിഷിക്തനാണ്, അത് അഭിഷിക്തനെ തുടരാലെ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശൗല് നല്ലവനായിട്ടല്ല ദാവീദ് ദുഃഖിച്ചത്. ഹാലലിയ. ശൗലിനെ ദൈവം ആക്കി വെച്ചൊരു പൊസിഷനുണ്ട്. ഹാലലിയ. അപ്പൊ ശൗല് എപ്പോഴും കുന്തവുമായിട്ട് ദാവീദിനെ കൊല്ലാൻ വേണ്ടിട്ട് പുറകെ ചെന്നുകൊണ്ടിരിക്കും. ദാവീദ് അവിടെ എന്താ ചെയ്തത്? ദാവീദിന് അവസരം കിട്ടിയ 2 പ്രാവശ്യം അവസരം കിട്ടി ദാവീദ് കൊന്നു ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹാലലിയ, ദാവീദ് ആ തകർച്ചയല്ല ആഗ്രഹിച്ചത്. ദാവീദ് സ്വയം രക്ഷ മാത്രമേ നോക്കിയുള്ളൂ. ശത്രുവിനെ കൊല്ലാനോ തകർക്കാനോ ശ്രമിച്ചില്ല. ഹാലലിയ ദാവീദ്. ഹാലലിയ. അപ്പൊ അവിടെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പലപ്പോഴും മാനുഷ്യമായിട്ട് പലരെയും ശത്രുക്കളായി കാണും. നമുക്ക് മനുഷ്യരാരും ശത്രുക്കളില്ല. ഈ ലോകത്ത് ഒരു മനുഷ്യരും നമ്മുടെ ശത്രുവല്ല. ഹല്ലേലൂയ. നമ്മൾ മനുഷ്യരെ പലപ്പോഴും മാനുഷ്യമായി നമ്മൾ പോരാടുന്നെങ്കിൽ നമ്മൾ മാനുഷ്യമായ പോരാട്ടങ്ങൾ ഒരിക്കലും ആത്മീയമായ പരിശുദ്ധാത്മാവിലുള്ള പോരാട്ടമല്ല. പരിശുദ്ധാത്മ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കത്തില്ല. പരിശുദ്ധാത്മ നമ്മളെ എക്യുപ്പ് ചെയ്യുന്ന ഒന്നിനു വേണ്ടി മാത്രമാണ്. വാഴ്ചകളോടും അധികാരങ്ങളും ഈ ലോകത്തിന് അന്ധകാരത്തെ അധിപതി സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും പോരാടുവാനാണ് നമ്മളെ ഹാലയിൽ എക്യുപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെ നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടിയുള്ളവരാണ്, വാഴുവാനുള്ളവരാണ്. എവിടെ വാഴണം? മറ്റു മനുഷ്യനെ തലേ കയറി വാഴാനല്ല പറഞ്ഞേക്കുന്നത്. ഒരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴും ഹാലിൽ അയാൾ നമ്മളോട് പോരാടുന്നെങ്കിൽ അയാൾ ഇരിക്കുന്ന ശക്തിയെ നമ്മൾ കാണണം. ചില ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ അവരുടെ മുഖം മാറും, അവരുടെ ഭാവം മാറും, അവർക്ക് നമ്മളോട് ദേഷ്യമുള്ളതൊക്കെ തോന്നും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാനത് നമുക്കത് നോട്ട് ചെയ്യാറുണ്ട്. കാരണം ഇത് എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. ആ വ്യക്തിയോട് നമ്മൾ ഒരിക്കലും വൈരാഗ്യം വെക്കല്ലേ, പക്ഷെ ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ശക്തിയോട്. നമ്മുടെ സഭയിലൊക്കെ പോകുന്നിടത്താണെങ്കിലും പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ചില ആൾക്കാർക്ക് നമ്മളെ കാണുമ്പോൾ അവരുടെ ഫേസ് പെട്ടെന്ന് മാറും. കാരണം വെച്ചാൽ അവൾ ഇരിക്കുന്ന ദുരാത്മ ശക്തിയാണ് അത്. അതുകൊണ്ട് ആ വ്യക്തിയെ നമ്മളെ വിട്ടുകളയുക. ഹാലേലിയ. ശക്തിയെ തിരിച്ചറിയുന്ന ഹാലേലിയ. അവിടെ നമ്മൾ അവരുടെ അപ്പൊ അവര് പോയിട്ട് ചിലപ്പോൾ ഒന്ന് വീഴുക അല്ലെങ്കിൽ ഇടിക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വീഴ്ച വരുമ്പോൾ നമ്മൾ അതിനെ സന്തോഷിക്കരുത്. ഹാലേലിയ. ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവിനെ മുഖാന്തരമാണ് എന്നെ ശക്തനാക്കുന്നത്, ഞാൻ സകലത്തിനും മതിയായെന്ന് പറയുമ്പോൾ ക്രിസ്തുവിലാണ് പരിശുദ്ധാത്മാവ്, അല്ലെ ക്രിസ്തു അഭിഷേകത്തിലാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ക്രിസ്തു അതിന്റെ ശക്തി പവർ എന്താണ് തിരിച്ചറിഞ്ഞ് തന്നെ പറയുന്നു. അപ്പൊ ആ പവർ എന്താ തിരിച്ചറിഞ്ഞ് നമ്മൾ പറയണം. പവർ എന്താ നമ്മൾ എപ്പോഴും യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് പോ സിസ്റ്റർ. 41:10 വായിച്ചു. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട. ഞാൻ നിന്റെ ദൈവമാവുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആമേൻ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പറയുന്നതാണ് ഹാലദാസനെ ഇസ്രായേലിനോട് പറയുന്നത്. പക്ഷെ ഇസ്രായേലിനോട് നമുക്ക് ഓരോരുത്തർക്കും ഈ വചനം നമ്മളോട് സംസാരിക്കും. കാരണം ഇതെന്തിനു വേണ്ടി നമ്മൾ അപ്പൊ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ ആത്മാല ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഹാലയിൽ നമ്മൾ ഭ്രമിച്ചു പോകണ്ട. കാരണം ഭ്രമിക്കേണ്ട പോകുന്ന പല സാഹചര്യങ്ങൾ നമ്മൾ കടന്നു പോകും. പക്ഷേ നമ്മൾ അവിടെ പൗലോസൊപ്പം എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത ആ ശക്തനാക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഭയം വരുമ്പോ ആ ഭയപ്പെടേണ്ട. ഹാലയില് നമുക്ക് ചില സമയത്തൊക്കെ നമുക്ക്
നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമ്മൾ ഭ്രമിച്ചു പോകാറുണ്ട്. എന്ത് ചെയ്യും, അയ്യോ എങ്ങനെ പോവും, അപ്പൊ ഈ അവസ്ഥയിൽ നിന്ന് എങ്ങനെ പുറത്തു വരും എന്നൊക്കെ വിചാരിക്കണം. പക്ഷെ അവിടെ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. നീ ഭ്രമിക്കേണ്ട കാര്യമില്ല, കാരണം ഞാൻ നിന്റെ ദൈവമാണ്. നിന്നെ ഞാൻ എന്റെ ഉള്ളം കരത്തിൽ വരച്ചിട്ട് നേരം ആ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന്റെ കയ്യിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, നമ്മൾ നോക്കാൻ ശക്തനായ ഒരു ദൈവമാണ് നമുക്ക്. പറഞ്ഞിട്ട് പകുതി വഴി വെച്ചിട്ട് അയ്യോ സോറി കേട്ടോ, എനിക്ക് ഈ ഭാഗത്ത് ഇവിടെ വെച്ചിട്ട് എനിക്ക് സഹായിക്കാൻ പറ്റത്തില്ല കേട്ടോ, ഇത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെട്ടെങ്കിൽ പോരെ എന്നല്ല പറയുന്നത്. ഹല്ലേലൂയ. എവിടെയും രക്ഷിക്കാൻ കഴിയുന്നു, ഏതവസ്ഥയെ കൂടെ പോയാലും അവിടെ നമ്മളെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമ്മളോട് പറയുന്നത്, വിഷമിക്കേണ്ട കേട്ടോ, ഞാൻ നിന്റെ കൂടെയുണ്ട്. യേശു കർത്താവിന് ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പകുതിക്ക് വെച്ചിട്ടുണ്ടെന്ന് അല്ലെ ഇന്ന സമയത്ത് ഇവിടെ നമ്മളൊക്കെ പറയും, ഇവിടെയൊക്കെയാണ് ഇപ്പൊ ചൂട് സമയത്ത് നിങ്ങൾ പുറത്തൊക്കെ ആരെങ്കിലും കൂട്ടിന് വിളിച്ചത് നടക്കാൻ പോകാനോ അല്ലെ വിളിച്ചത് ആരും വരത്തില്ല. കാരണം ചൂടല്ല, ഈ ചൂടത്ത് പിന്നെ ഈ ചൂടത്തിറങ്ങി നടക്കാത്ത കുഴപ്പമുള്ള വല്ല തണുപ്പൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ക്ലൈമറ്റ് ഒക്കെ നല്ലതാണെങ്കിൽ നമ്മൾ വരായിരുന്നു എന്ന് പറയും. പക്ഷെ യേശു കർത്താവ് അങ്ങനെ പറയത്തില്ല. നീ ഏത് തീച്ചൂളക്കകത്തൂടെ പോയാലും കർത്താവ് പറയും, കുഴപ്പമില്ല മോനെ, ഞാൻ തീച്ചൂളക്കകത്ത് നിന്നോട് വന്നോളാം. അപ്പൊ ചിലപ്പോ മുങ്ങിപ്പോകുന്ന അവസ്ഥ വെള്ളത്തിനടിയിലാണെങ്കിലും പറയും, ഞാൻ നിന്നോട് വന്നോളാം. കാരണം ഇതൊന്നും എന്നെ മുക്കിക്കളയാൻ, എന്നെ ദഹിപ്പിച്ചു കളയാൻ കഴിയത്തില്ല. കാരണം ഹല്ലേലൂയ, ഇതിനെല്ലാം സൃഷ്ടിച്ചവനാണ് ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തു. അപ്പൊ നമ്മുടെ ദൈവം ഹല്ലേലൂയ, നമ്മുടെ ഹിന്ദുക്കളുടെ ഇതിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രത്യേകം സെക്ഷൻ ഓരോ ദൈവങ്ങളെ അവർ വെച്ചേക്കുന്നത്. കാരണം ഈ അവസ്ഥ തീയുടെ ദൈവം വേറൊന്നാ, വെള്ളത്തിന്റെ ദൈവം വേറൊന്നാ, ഹല്ലേലൂയ, വെളിച്ചത്തിന്റെ ദൈവം അവർക്ക് വേറൊന്ന്, ഹല്ലേലൂയ, അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ ദൈവം വേറൊന്ന്, സമ്പത്തിന്റെ ദൈവം വേറൊന്ന്, അങ്ങനെ പല സെക്ഷനാണ് അവർക്കുള്ളത്. ഹല്ലേലൂയ. അപ്പൊ അതിന് ഓരോ സെക്ഷനും ഓരോരുത്തരെയും പോയി കണ്ടാലേ ആ ഒരു കാര്യത്തെ അവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തോളം എന്ന് പറയുന്ന. ഹല്ലേലൂയ. പക്ഷേ എങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മൾ വിശ്വസിച്ചിരിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നിനും ആരുടെടുത്തും പോണ്ട. കാരണം കാരണം സകലത്തിനെയും സൃഷ്ടാവായ, സകലത്തെയും ചമച്ച, സകലത്തിന്റെ ആധാരമായ, നമ്മുടെ കൊലസിൽ അങ്ങനെ പറയാം, സകലത്തിന്റെ ആധാരമായവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുക. ആ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരിടത്ത് പോലും ഭയപ്പെടുകയോ ഭ്രമിച്ചു നോക്കി വേണ്ട. കാരണം ഒരിടത്ത് പോലും ദൈവം എനിക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയത്തില്ല എന്ന് പറയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയമില്ല. ഹല്ലേലൂയ. കർത്താവ് ദൈവം പറയുന്നത്, ഞാൻ സകല ജഡത്തിന്റെ യഹോവയായ ദൈവമല്ലേ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഏത് ദൈവമുണ്ട്, ഏത് മനുഷ്യരുണ്ട്? ഹല്ലേലൂയ. ഒരു ദൈവത്തിനും കഴിയത്തില്ല, ഒരു മനുഷ്യനും കഴിയത്തില്ല ഇത് ചോദിക്കാനായിട്ട്. എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. ഇവിടെ പറയാം എന്നിട്ട് പറഞ്ഞേ, ഞാൻ നിന്നെ ശക്തീകരിക്കും. നമുക്ക് ശക്തി ഇല്ലാതെ വരുന്ന അവസ്ഥ നമ്മൾ അവിടെ പറയും, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം സകലത്തിനും മതിയാന്ന് പറയുമ്പോൾ നമ്മൾ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയൊക്കെയുണ്ട്. പക്ഷെ അവിടെ ദൈവം എന്താ വെച്ചാൽ നമ്മളെ ശക്തീകരിക്കും, നമ്മൾ എംപവർ ചെയ്യും. ഹല്ലേലൂയ. അവിടെ നമുക്ക് വേണ്ടുന്ന ശക്തി, പവർ തരും. ഹല്ലേലൂയ. പവർ ആൻഡ് അതോറിറ്റി നമുക്ക് തന്നിട്ട് അത് നമ്മളും ചോർന്ന് പോയെന്നില്ല. പക്ഷെ നമ്മൾ ദൈവത്തോട് ചോദിച്ച വീണ്ടും നമ്മളെ ശക്തീകരിച്ചാണ്, അല്ലെങ്കിൽ ആരെങ്കിലും സഹായത്തിന് വിളിച്ചോന്നല്ല പറയുന്നത്. നമ്മളോട് പറയും, നമ്മളെ തന്നെ ശക്തീകരിച്ചിട്ട് ഹല്ലേലൂയ, നമ്മളെ തന്നെ ദൈവം എഴുന്നേൽപ്പിച്ച് നമ്മളെ കൊണ്ട് തന്നെ ഹല്ലേലൂയ ചെയ്യിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യുക. അവിടെ ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. അപ്പൊ ദൈവത്തിന്റെ സഹായം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ എന്താ വേണ്ട, നമ്മൾ ചോദിക്കണം. നമ്മൾ വിളിക്കണം. നമ്മൾ ബലഹീനമാകുമ്പോൾ നമ്മൾ പലതിലേക്കും തേടി നമ്മൾ ബലം വരാൻ വേണ്ടി പലയിടത്തേക്ക് ഓടാറുണ്ട്. പക്ഷേ ആ പലയിടത്തേക്ക് ഓടണ്ട, നമ്മുടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി. ആ കർത്താവ് നമ്മളെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അപ്പൊ ദൈവത്തിന്റെ കരത്തിന് അവളുടെ പ്രത്യേകതയാണ് നീതിയുള്ള കൈയാണ്, ഒരനീതി ഇല്ലാത്ത കൈയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ദൈവത്തിന് അനീതി ഇല്ല. ആ സർവശക്തൻ നീതിമാനാണ്. നമുക്ക് ആർക്കും ഇവിടെ നിന്ന് പറയാൻ പറഞ്ഞു ഞാൻ നീതിമാനാന്ന് പറഞ്ഞു. യേശു രക്തത്താൽ നീതീകരിക്കുമ്പോൾ നീതിമാനാണ്. പക്ഷെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് ഒരിക്കലും നമ്മുടെ ഈ കരം വിശുദ്ധമാണെന്ന് പറയാനായിട്ട് നമുക്ക് കഴിയത്തില്ല. പക്ഷെ ദൈവത്തിന് പറ്റും. ദൈവം നീതിമാൻ. ആ നീതിയുള്ള കരം കൊണ്ട് നമ്മളെ താങ്ങി നടത്തുന്ന. അപ്പൊ ആ നീതിമാന്റെ കരം കൊണ്ട് താങ്ങി നടത്തപ്പെടുമ്പോഴാണ് നമ്മൾ നീതിമാന്മാരാകുന്നു. അല്ലെങ്കിൽ നമുക്ക് നീതിമാന്മാരാന്ന് പറയാൻ കഴിയത്തില്ല. അല്ലേ അവിടെ പറയുന്ന, ഞാൻ നിന്നെ താങ്ങും, പിന്നെ എന്താ പറയാ, എന്റെ നീതിയുള്ള വലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇവിടുത്തെ അടുത്ത പിന്നെ താഴോട്ട് പറയുന്നതൊക്കെ പറയാം, നിന്നോട് കോപിക്കുന്ന എല്ലാവരും ലജ്ജിച്ചപ്പോൾ നിന്നോട് വാദിക്കുന്ന നശിച്ചില്ലാതെ, നിന്നോട് പോരാൻ നീ അന്വേഷിച്ച് കാണുകയില്ല, നിന്നോട് യുദ്ധം ചെയ്യുന്ന ആസ ഇല്ലായ്മയും പോലെ. കാരണം വെച്ചാൽ നമ്മുടെ ദൈവം സർവശക്തൻ നമുക്ക് വേണ്ടി മുൻപിൽ കയറി നിന്ന് കഴിഞ്ഞു. പണ്ടൊക്കെ നാട്ടിലൊക്കെ ചില കൂട്ടുകാരൊക്കെ പറയും ഹല്ലേലൂയ, എന്നുവെച്ചാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷ പറഞ്ഞ ചങ്കെന്നൊക്കെ പറഞ്ഞ കൂട്ടുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, ഒരാൾ മുമ്പിൽ വന്ന് നമ്മളെ ആക്രമിക്കാനും ഉപദ്രവിക്കാനൊക്കെ എന്താ പറയുക, ഞങ്ങളുണ്ട്, ഞങ്ങളെ തൊട്ടിട്ട് അങ്ങോട്ട് തൊട്ടല്ലേ വേണ്ട. കൂട്ടുകാർ വരുമ്പോൾ ഇപ്പൊ രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ രാഷ്ട്രീയ ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ മുമ്പിൽ കയറിയെങ്കിൽ എന്താ പറയാ, ചങ്കം വിരിച്ചൊക്കെ നെറ്റി വിരിച്ച് അങ്ങനെ നിൽക്കുന്നവർക്ക് മുമ്പിൽ കയറി നിൽക്കും. ഹല്ലേലൂയ. എന്താ
ഇവർക്ക് ഇവരെ പുറകെ നിൽക്കുന്നവരെ തൊടാൻ പറ്റുന്നത്, ഞങ്ങൾ ഇവിടെ അണികൾ മുമ്പ് നിൽപ്പുണ്ട്, ഞങ്ങളെ തൊട്ടിട്ട് മതി എന്നറി ഹാലേ. പക്ഷെ നല്ല പോലീസിന്റെ നല്ല അടിയൊക്കെ ഇങ്ങോട്ട് വരുമ്പോ അല്ലെങ്കിൽ വെള്ളമൊക്കെ കൊണ്ട് നല്ല പവർഫുള്ളി ചെയ്തിട്ടുമ്പോ ഈ നെറ്റും പിരിച്ചൊക്കെ മുമ്പ് നിൽക്കുന്ന ആൾക്കാരൊക്കെ ചെതറി ഓടാൻ തുടങ്ങും ഹാലയില്. കാരണം വെച്ച് കഴിഞ്ഞാല് അവരുടെ ശരീരത്തിൽ ഹാലയിലുയ ആമീൻ ഹാലയില് അവർക്ക് സഹിക്കാൻ കഴിയുന്ന അപ്പുറം വരുമ്പോഴത്തെ അവരിട്ടോടും. അതിൽ നമ്മളോട് പലപ്പോഴും പലരും പറഞ്ഞു, ഞങ്ങൾ കൂടെ ഉണ്ട് കേട്ടോ, ഏതവസ്ഥയിൽ കൂടെ പോയാലും ഉണ്ടാകും കേട്ടോ, ഞങ്ങൾ വിട്ടുപോകത്തില്ല കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകും എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞവരാരും നമ്മളിന്ന് പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറയുമ്പോഴും ഹല്ലേലൂയ ആമേൻ. നമ്മളോട് വാക്ക് പറഞ്ഞ് മാറാത്തവൻ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അത് ഏതവസ്ഥയിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ രോഗക്കിടക്കയിലായിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു മാറാ രോഗമായിരിക്കും, ചിലപ്പോൾ ഒരു പകർച്ചവ്യാധി ആയിരിക്കും, ചിലപ്പം മറ്റുള്ളവർക്ക് വന്ന് അടുത്തേക്ക് വരാനോ ഒന്ന് കാണാനോ തൊടാനോ കഴിയാത്ത അവസ്ഥ. പക്ഷെ അവിടെ ഉണ്ടാകും നമ്മുടെ കർത്താവ്. നമ്മളിങ്ങനെ പിടിച്ച് കരം പിടിച്ച് നമ്മൾ കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. അത് നമ്മൾ സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി ഹല്ലേലൂയ കടഭാരത്തിലൊക്കെ മുങ്ങി ഹല്ലേലൂയ ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു ഞാനുണ്ട് കൂടെ, അവിടെ തന്നെ കാണും, നമ്മളെ ആശ്വസിപ്പിച്ച് നമ്മുടെ കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. നമ്മളതുപോലെ മറ്റെന്തെങ്കിലും തകർച്ചയിലൂടെ കടന്നു പോകണം, ലോകം മുഴുവൻ ഹല്ലേലൂയ ഒറ്റപ്പെടുത്തി നിർത്തുന്ന അവസ്ഥയിൽ കൂടെ പോലും ദൈവം അവിടെ ഉണ്ടാകും. നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ ഹല്ലേലൂയ ആ ശമരിയക്കാർക്ക് സ്ത്രീയുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് മശിഹ എന്ന് വെളിപ്പെടുത്തിയ കർത്താവിനെ നോക്കിയാൽ മതി. ഹല്ലേലൂയ. അവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തി ഹാലേ അവളെ മാറ്റി നിർത്തിയിരിക്കുമ്പോൾ ഹാലയില് അവളുമായി സഹകരിക്കാൻ ആരും താല്പര്യമില്ലാതിരിക്കുന്ന സമയത്ത് ഹാലയില് അവളെ തേടി ചെന്നൊരു സ്നേഹമുണ്ടെങ്കിൽ ഹാലെ അതുപോലെ നമ്മുടെ തകർച്ചയിലൊക്കെ ഹാലെ നമ്മളെ തേടി വരുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. അല്ലെ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ട കാര്യം, ഇപ്പൊ പകർച്ചവ്യാധി നമ്മള് കോവിഡൊക്കെ വന്നപ്പോ ആദ്യ കാലഘട്ടത്തിലൊക്കെ കോവിഡ് വരുന്ന ആൾക്കാരെ കാണാനോ തൊടാനോ അടുത്തോട്ട് പോകാനോ ഒക്കെ എല്ലാവർക്കും ഭയമായിരുന്നു. ഹാലെ ഭാര്യ ഭർത്താവാണെങ്കിൽ പോലും അവർക്ക് ഭയമായിരുന്നു. ഹല്ലേലൂയ. ആ സമയത്തും പലരുടെയും സാക്ഷ്യം കണ്ട് വെന്റിലേറ്റർ ആയി കിടന്ന സമയത്ത് ഐസിയുലായിരുന്നു. അപ്പൊ ഹാലയില് ആരും അടുത്തില്ലാത്തപ്പോ ഹാലയില് കൂടെ നിന്ന് ആശ്വസിപ്പിച്ച കർത്താവിനെ അവർ പലരും കർത്താവ് എൻകൗണ്ടർ ചെയ്ത് അവർ ആ വെന്റിലേറ്ററിൽ കടന്നിട്ടായിരുന്നു. ഹാലയില് അവരുടെ ഒത്തിരി പേരുടെ സാക്ഷ്യം ഞാൻ കേട്ടു. അന്ന് കർത്താവ് ഹാലയില് ആമെ കൂടെ നിന്നതും അവരെ ആശ്വസിപ്പിച്ചതും അവരെ ജീവിതത്തിലേക്ക് തിരിച്ച് മടക്കി കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. കാരണം അവിടെ ആരും കടന്നു ചെല്ലാനില്ല ഹാലയില്, ആരും തൊടാനില്ല ഹാലയില്. പക്ഷേ അവിടെ ഉണ്ട് കർത്താവ് ഹാലയില്. ആമെ കുഷ്ഠരോഗി അടുക്ക് വന്നത് ചോദിച്ചു, കർത്താവേ ആമേൻ നീനെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ആമേൻ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവ് മനസ്സുണ്ടെന്ന് പറയും മാത്രമല്ല അവരെ ആമെ കെട്ടിപ്പിടിച്ച് ഹാലയില് അവരെ ഹാലയില് ആ തൊടാനറിയ കുഷ്ഠരോഗി ആരും തൊടാൻ പാടില്ല നിയമമുള്ളപ്പോൾ പോലും ഹാലയില് കർത്താവ് അവരെ ചേർത്ത് പിടിച്ച് നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് എത്ര പേർക്ക് ഹാലയില് എങ്ങനെ നമ്മൾ കർത്താവിന്റെ ഇതൊക്കെ അപ്പൊ നമ്മുടെ കർത്താവ് നമ്മളോട് വെറുതെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, എന്നെ ശക്തനാക്കുന്ന സകലത്തെ മതിയായി നമ്മൾ പറയുമ്പം ആ ശക്തനാക്കുന്ന എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും ഹാലയിൽ നമ്മൾ ആശ്രയിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തെ തന്നെ വിശ്വസിച്ച് കഴിഞ്ഞാൽ, ദൈവത്തിനെ പിൻപറ്റി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ ആ കർത്താവിനെ നമ്മൾ ഹാലയില് കാണുമ്പോൾ പറയുമ്പോൾ ഹാലയില് ഇവിടെ എല്ലാം ഹല്ലേലൂയ. അപ്പൊ പൗലോസിന്റെ തന്നെ ഏറ്റവും വലിയതാണ് കൊരിന്ത്യർ ലേഖനം 12 സഫിഷ്യന്റ് ഫോർ യു എന്ന് പറയുന്ന ഭാഗം നമുക്ക് ആ ദൈവത്തിന്റെ കൃപ അല്ലെങ്കിൽ ഇത് മതി എന്ന്, അല്ലെങ്കിൽ എന്റെ കൃപ നിനക്ക് മതി, ബലഹീനത തികഞ്ഞു വരുമെന്ന്. അപ്പൊ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ബലഹീനത ഞാൻ പ്രശംസിക്കുന്നു പറയുന്ന ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയില്ല. പൗലോസ് ലേഖനത്തിൽ നമ്മൾ കണ്ടായിരുന്നു. ഒന്നാമത് ആരാന്ന് ഹാലയില് ഇതിനെ കുറിച്ച് നമ്മൾ കേട്ടു ഹാലയില് കണ്ടു ഹാലയിലൂയ. അതെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം ഇനി ഒരുപാട് വാക്യങ്ങളുണ്ട്. 40-ാം അധ്യായത്തിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എഫെസ്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം കൂടെ വായിക്കാം. ഒരുപാട് ഇതിലേക്ക് പോകുന്നില്ല, നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഹാലയില് പ്രാർത്ഥിക്കാനായിട്ട് സമയം വ്യർത്ഥിക്കാം. എഫെസ്യർ ലേഖനം 3-16 എഫെസ്യർ 3:16. അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളവും നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ ചില വാക്യങ്ങളൊക്കെ നമുക്ക് വായിച്ച് നിർത്താൻ പറ്റത്തില്ല, അത് നോൺ സ്റ്റോപ്പ് ഹാലല്ല, ഇങ്ങനെ കുത്തുന്നു കോമയല്ല കുത്തുന്നതല്ല, ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതുകൊണ്ട് 16-ാം വാക്യം വായിച്ചാൽ പറഞ്ഞ പിന്നെ 20-ലൊക്കെ ചെന്ന് നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. അവിടെ നമ്മൾ കാണുന്ന 16-ാം വാക്യത്തെ പറയുന്നേ, അവൻ തന്റെ മഹത്വത്തിന് നിലനിർത്തുന്ന അവന്റെ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്റെ ശക്തീകരിക്കുന്നു. അവൻ തന്റെ മഹത്വത്തിന്റെ നിലനിർത്തുന്ന അവന്റെ ആത്മാവിനെ അകത്തെ മനുഷ്യ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടും. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ സംബന്ധിച്ച് നമ്മൾ അകത്തെ മനുഷ്യൻ എങ്ങനെ അവൻ തന്റെ
ആമേ മഹത്വത്തിന്, അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തിനൊത്തവണ്ണമാണ് ദൈവത്തിന്റെ ആ റിച്ചസ് ആമേ അതിനൊത്തവണ്ണം ആ ഗ്ലോറിക്ക് അനുസരിച്ച് റിച്ചസിന് ഗ്ലോറി നമ്മൾ പറയുമ്പോ അപ്പൊ നമ്മള് ശക്തനാക്കുന്നവന്റെ ശക്തി എത്രയാണോ, ആ മഹത്വം എത്രയാണോ ആ പവർ എത്ര, അതിനനുസരിച്ച് നമ്മളെ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടുത്തുന്നത്. ഇവിടെ പറയുന്നത് അങ്ങനെ ആമേ ക്രിസ്തു. അപ്പൊ അവിടെ പറയുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ അപ്പൊ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുത്തുന്നത് ഏത് ശക്തിയിലാണെന്ന് വെച്ചാൽ, എത്ര അവളാന്ന് വെച്ചാൽ നമ്മളെ ശക്തനാക്കുന്നവന്റെ മഹത്വത്തിനനുസരിച്ചാണ്. നമ്മളിവിടെ പറയാം, എപ്പോഴും പറയാം ഫിലിപ്പിൽ നമ്മളെപ്പോഴും എന്താ പറയാ, എന്റെ ദൈവം നിങ്ങളുടെ നമ്മുടെ ബുദ്ധിമുട്ട് മഹത്വത്തിന്റെ ദിനത്തിന് ക്രിസ്തു യേശു പൂർണ്ണ. അപ്പൊ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ദിനത്തിനകത്താണ് കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുന്ന, നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ദൈവം. നമ്മൾക്ക് ഒരാൾക്ക് ഇപ്പം സാറാമ്മ സിസ്റ്റർ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ കൊടുക്കും? ഒരാൾക്ക് കൊടുക്കുമ്പോ സാറാമ്മ സിസ്റ്ററുടെ അപ്പൊ വേറെ ആരും വേണ്ട, മക്കൾക്ക് കൊടുക്കുമ്പോൾ എഴുതിയോട്ടെ അവരുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ അവരെ, കാരണം നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് നമ്മൾ കൊടുക്കും, നമ്മുടെ ധനത്തിനനുസരിച്ച് നമ്മൾ മഹത്വം. അപ്പൊ അതുപോലെ നമ്മൾ ചിലയിടത്തൊക്കെ ചില VVIP അല്ലെ മറ്റെന്തെങ്കിലും വലിയ ആൾക്കാരൊക്കെ എന്തെങ്കിലും വിളിക്കുമ്പോൾ നമ്മൾ അവിടേക്ക് കടന്നു പോകുന്ന സമയത്തൊക്കെ നമ്മൾ നല്ല ഇതൊക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ. എന്ന് വെച്ചാൽ നമ്മളെ അവർ വിളിച്ചേക്കുന്നത് ഇത്രയും വലിയ ആൾക്കാരൊക്കെ നമ്മളെ ഒരു ആവശ്യത്തിന് വിളിക്കുന്ന സമയത്ത് അവര് നമുക്കൊരു വില തന്നുകൊണ്ട് അവിടെ വിളിക്കുന്നത്. അപ്പൊ അവിടെ ചില നമ്മൾ ആ സ്റ്റാൻഡേർഡിനനുസരിച്ച് എന്തെങ്കിലും ഒന്ന് കൊടുക്കേണ്ട സിസ്റ്റം എന്തിനാ അങ്ങനെയൊക്കെ ഇത് നമ്മളെപ്പോഴും. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെ സ്റ്റാൻഡേർഡ്, നമ്മളുമായിട്ട് സഹകരിക്കുന്ന സ്റ്റാൻഡേർഡ്, അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. നമ്മുടെ മക്കളെ ആണെങ്കിൽ മക്കളാണെങ്കിൽ വാങ്ങുമ്പോഴും നമ്മൾ ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രാപ്തിക്കനുസരിച്ചൊക്കെ ചെയ്യാം. പക്ഷെ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ അകത്തെ മനുഷ്യ ശക്തീകരിക്കുക എങ്ങനെ? ദൈവത്തിന്റെ മഹത്വത്തിനനുസരിച്ചാണ്, ദൈവത്തിന്റെ ശക്തിക്കനുസരിച്ച്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മൾ അങ്ങനെ ശക്തീകരിക്കുക. അപ്പൊ അകത്ത മനുഷ്യൻ ശക്തി. അപ്പൊ നമ്മളെ ശക്തനാക്കുന്നവന്റെ ശക്തി എങ്ങനെ? ശക്തനാക്കുന്ന മഹത്വം. ആ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ ആ മഹത്വം കൊണ്ട് സ്വർഗം മുഴുവൻ നിറഞ്ഞിരിക്കുന്നവരെ. മറ്റൊരിടത്ത് പറയുന്നത് ഭൂമി മുഴുവൻ ദൈവത്തിന്റെ മഹത്വത്താണ് നിറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ ദൈവത്തിന്റെ മഹത്വം അതുപോലെയാണ്. അങ്ങനെ നമ്മളെ ശക്തീകരിക്കുന്നത്. ഞാൻ പറയാം, എത്രയൊക്കെ മനസ്സിലാണെന്ന് എനിക്കറിയാം. അപ്പൊ ഇവിടെ പറയുന്നത് എന്തിനാ ശക്തീകരിക്കുന്നത്? അവരെ അകത്തെ ശക്തിയോടെ ബലപ്പെട്ടു. അപ്പൊ ഇവിടെ പറയുന്ന ആ ശക്തിയോടെ എന്ന് പറയുമ്പോൾ അത്രത്തോളം ആ ശക്തിയുടെ ഒരു ഗ്രേറ്റ്നെസ് അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ആ ഒരു ശക്തിയെ കുറിച്ച് ക്രിസ്തു. എന്നിട്ട് അതെന്തിനാ? ക്രിസ്തു വിശ്വാസം നമ്മുടെ ഉള്ളങ്ങൾ വസിക്കണം. അപ്പൊ നമ്മുടെ കർത്താവ്, നമ്മുടെ വിശ്വാസം, നമ്മൾ ഉരുവായ ക്രിസ്തു ഹല്ലേലൂയ, അതൊരു പൂർണ്ണ വളർച്ചയിലേക്ക് എത്തണം. നമ്മൾ ഗർഭത്തിലൊരു ശിശു ഉരുവായി കഴിഞ്ഞാൽ ഉരുവാകുമ്പോൾ അതിനെ കാണാൻ പോലും ഇല്ല, പിന്നെ നോക്കിയാൽ ഒരു ചെറിയ ഡോട്ട് പോലെയൊക്കെ ഉള്ളു. പക്ഷെ ഈ ഉരുവായതിന് ഹല്ലേലൂയ നമുക്ക് അതിന് വേണ്ടുന്ന സകലം കടന്നു ചെല്ലുമ്പോൾ അത് വളർന്നൊരു പൂർണ്ണ വളർച്ചയുള്ള ശിശുവായി കിട്ടുന്ന ഹല്ലേലൂയ ഒരു പിന്നെ അതൊക്കെ പുറത്തു വന്നു കാലം അതിന് ഓരോ കാലഘട്ടത്തിൽ ഒരു വളർച്ചയുണ്ട്. നമ്മൾ ഒരു കുഞ്ഞ് ജനിച്ചിട്ട് 10 വയസ്സായപ്പോഴും അവൻ ശരീരം കൊണ്ട് വളരുന്നതെന്ന് ഇരുന്നോട്ടെ, മനസ്സുകൊണ്ട് വളരുന്നത് നമ്മൾ എന്ത് പറയാ കുഞ്ഞിനെ? അല്ലേ? ഹല്ലേലൂയ. മനസ്സുകൊണ്ട് വളർന്നിട്ട് അവൻ 10 വയസ്സാകുമ്പോഴും ഒന്നാം കാലത്ത് അല്ലെങ്കിൽ 20 വയസ്സാകുമ്പോഴും 2 വയസ്സുകാരന്റെ ബുദ്ധിയാണ് കാണിക്കുന്നെങ്കിൽ നമ്മൾ അയ്യോ അതിന് ബുദ്ധിപരമായിട്ട് വളർച്ചയില്ല. ശരീരം ചില കുഞ്ഞുങ്ങൾക്ക് ശാരീരികമായിട്ട് വളർച്ച ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഡോക്ടേഴ്സ് ഒക്കെ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് ഓരോ സിറ്റുവേഷൻ അവർ വെയിറ്റ് നോക്കുന്നിട്ട് ആ കുഞ്ഞിന് വളർച്ച കുറവ് അല്ലെങ്കിൽ ഓവർ വെയിറ്റ്. ഹല്ലേലൂയ ഇത് പറയുന്നത് കാരണം വെച്ചാൽ ഇതിനെല്ലാത്തിനും ഒരു വളർച്ചയുണ്ട്. അതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ ഉരുവായ ക്രിസ്തു നമ്മളിൽ ഒന്ന് വളരണം. നമ്മൾ ക്രിസ്തുവിൽ ഒന്ന് വളരണം. ഈ രണ്ട് കാര്യങ്ങളും നടക്കണം. നമ്മൾ എങ്ങനെ എത്രത്തോളം വളരണമെന്ന് ദൈവം ആഗ്രഹിച്ച ക്രിസ്തു എന്ന തലയോളം വളരണം എന്ന് പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ. നമ്മളിപ്പോ ഏത് പോസ്റ്റ് അപ്പൊ ഇവിടെ എല്ലാം നമ്മൾക്ക് ഇതെല്ലാം നമുക്ക് സ്വയമായി ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. നമ്മളെ ശക്തനാക്കുന്നതിന്റെ ശക്തി അനുസരിച്ച് ചെയ്യാൻ കഴിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓരോ സാഹചര്യത്തിലും നമ്മുടെ അകത്തെ ശക്തിയോടെ ബലപ്പെടണമെങ്കിൽ നമുക്കൊരു വളർച്ച ഉണ്ടാകണം. നമ്മൾ ആത്മീയത്തിൽ വളർച്ച ഉണ്ടാകണം. നമ്മൾ നിൽക്കുന്ന ലോകത്തിൽ നമുക്ക് അതിനെ ജയിക്കാൻ കഴിയണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ പോകുന്ന സിറ്റുവേഷൻസ് നമ്മൾ ജയിക്കാൻ കഴിയണം. നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ വിടർന്ന് വീഴുന്ന ജീവിതത്തിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എപ്പോഴും ഞാൻ പറയുന്ന കാര്യം തന്നെയാ, നമ്മൾ നിൽക്കുന്നത് ഈ ലോകത്തിൽ തന്നെയാണ്. ഹല്ലേലൂയ ഈ ലോകത്തിൽ തന്നെയാണ് ദൈവരാജ്യം. നമ്മുടെ നമ്മൾ ദൈവരാജ്യം. അപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ നമ്മൾ വീണു പോകാനുള്ള ചാൻസ് വളരെ കൂടുതൽ. പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ സ്വന്തമായിട്ട് അതിനെ ജയിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇല്ലാന്ന് പറഞ്ഞു, പരിശുദ്ധാത്മ വേണ്ടാന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കുറെ ആൾക്കാർ, പരിശുദ്ധാത്മ പ്രാപിക്കാത്ത പലപ്പോഴും ഇന്ന് പരിശുദ്ധാത്മ പ്രാപിക്കേണ്ട ആവശ്യകത എന്ന് തിരിച്ചറിയാത്ത കുറെ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷേ ഇവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധാത്മ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിൽ ഹല്ലേലൂയ നിങ്ങൾ ഉപദേശിച്ച് വഴി നടത്താനായിട്ട് ആളില്ല.
നിങ്ങൾ എപ്പോഴാ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ആ ശക്തി നിങ്ങളിലേക്ക് ആമേ പരിശുദ്ധാത്മാവിലും ശക്തിയാലും ആമേ കർത്താവ് യേശുക്രിസ്തുവിനെ ദൈവം അഭിഷേകം ചെയ്തു. എന്തിനഭിഷേകം ചെയ്തു? ദൈവത്തിന്റെ പുത്രനായിരുന്നില്ലേ? ദൈവം സാക്ഷാൽ ദൈവം തന്നെയായിരുന്നില്ലേ? ഭൂമി വന്നപ്പോ കർത്താവ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തിരിക്കുന്നു അല്ലെ? രണ്ടും ഉണ്ട് അവിടെ. അപ്പൊ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവുണ്ട്. ഹലോ, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണമെങ്കിൽ അവൻ പരിശുദ്ധാത്മാവിനെ തന്നെ പറ്റുന്നത് യേശു കർത്താവ് എന്ന് പറയും. പക്ഷേ അവൻ ശക്തി വന്നാൽ എന്ത് പറ്റും? ആ ശക്തി നമ്മളില്ലെങ്കിൽ നമുക്ക് ശക്തി ഉണ്ടാകത്തില്ല. പല സാഹചര്യത്തിലും നമുക്ക് പോരാട്ടങ്ങൾ വരുമ്പോൾ ഹാലേലിയ ആമേ സ്പിരിച്വൽ വാർഫെയർ വരുമ്പോൾ നമ്മൾ വീണു പോകും. കാരണം നമുക്ക് ശക്തിയില്ല. ഈ ശക്തി നമ്മൾ വരുമ്പോഴാണ് അത് നമ്മൾ അടയാളമായിട്ട് നമുക്ക് തരും. ദൈവം നമുക്ക് നമ്മുടെ നാവിന്മേൽ ഹാലേലിയ അന്യഭാഷ അടയാളമായി തരുന്ന ശക്തി പ്രാപിക്കുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഇത്രയും വർഷമായി വിശ്വാസം നമ്മൾ ശക്തി പ്രാപിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അവർ പലപ്പോഴും ബലഹീനർ തന്നെയായിരിക്കും. നമ്മൾ അറിയാതെയാണെങ്കിലും അവരുടെ ആമേ പേഴ്സണൽ ലൈഫ്, സീക്രട്ട് ലൈഫിൽ ഹാലേലിയ അവർ പല ബലഹീനതകളും കടന്നു പോകും. പരിശുദ്ധാത്മ ശക്തി ഇല്ലാത്തവർ ഹാലേലിയ അവർക്ക് ഒരിക്കലും ലോകത്തെ ഹാലേലിയ ആമ ജയിച്ചു നിൽക്കാൻ കഴിയത്തില്ല. കാരണം അവര് ശക്തിയില്ല. അതുകൊണ്ടാ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കണം. അതുകൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ കൂട്ടം കടന്നു എന്നുകൊണ്ട് അത് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നവർ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. അന്നത്തെ കാലത്ത് പരിശുദ്ധാത്മാവിനെയൊക്കെ ആമേ സ്പോട്ടിൽ അവർ പ്രാപിക്കുമായിരുന്നു. ഹല്ലേലൂയ ആമേൻ. പക്ഷേ ഇന്നൊക്കെ വർഷങ്ങളായിട്ടും പ്രാപിക്കാത്ത ആൾക്കാർ അതിന്റെ ആവശ്യകത അറിയാത്തതുകൊണ്ട്, ഇന്നും അതിന് ഇമ്പോർട്ടൻസ് അറിയാത്തതുകൊണ്ട് ഹല്ലേലൂയ അവർക്ക് ആർക്കും ആമേ ഹല്ലേലൂയ ഈ ലോകത്തിൽ ഹല്ലേലൂയ ജയിച്ചു നിൽക്കാൻ കഴിയത്തില്ല. അപ്പൊ നമ്മൾ ജയിച്ചു നിൽക്കുന്നത് നമ്മുടെ ശക്തിയാലല്ല. പൗലോസൊപ്പം ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ കൊരിന്ത്യർ ലേഖനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മോളോട് പൗലോസ് കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായമാണെന്ന് തോന്നുന്നു, ഫസ്റ്റ് കൊരിന്ത്യർ 15-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. പൗലോസൊപ്പം പറയുന്ന ഒരു കാര്യം അതിനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ഹല്ലേലൂയ 15-ാം അധ്യായത്തിൽ. എന്നിട്ട് അവിടെ 10-ാം വാക്യം ഒന്ന് വായിക്കാം. ഫസ്റ്റ് കൊരിന്ത്യർ 15. ഫസ്റ്റ് കൊരിന്ത്യർ 15. 9-10. ആക്കിയാൽ എന്ത്? അല്ല, ഞാൻ അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദേശിച്ച അപ്പോസ്തലൻ എന്ന പേര് യോഗ്യനല്ല എങ്കിലും ഞാനാകുന്ന ദൈവകൃപയാലാകുന്നു. എന്നോട് അവന്റെ കൃപ വ്യർത്ഥമായതുമല്ല, അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഹാലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഹാലേലൂയ ഞാൻ ദൈവസഭ ഉപദേശിച്ച അപ്പോസ്തലൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല, പക്ഷെ എങ്കിലും ആ പേര് ലഭിച്ച ദൈവത്തിന്റെ കൃപയല്ല. എന്നിട്ട് ഞാൻ ആ കൃപ വെറുതെ ആയില്ല, ഞാൻ എല്ലാവരെക്കാളും അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു. എന്നിട്ടോ ഈ അധ്വാനിച്ചത് ഞാനല്ല, എന്നിലുള്ള കൃപ കാരണം. ഹാലേലൂയ. അവിടെ പറയുന്നത് അങ്ങനെയാണ്. ഹാലേലൂയ. എന്നാൽ ഞാനല്ല, എന്നോട് ദൈവകൃപയത്രേ. അപ്പൊ ഏറ്റവും അത്യന്തം എല്ലാവരെക്കാട്ടി അധികമായി അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൽ അധ്വാനിച്ച്, ഈ അധ്വാനിച്ച് സ്വന്തമായിട്ടല്ല, ദൈവത്തിന്റെ കൃപയാൽ അത്രയെന്ന്. ഹല്ലേലൂയ. ആ മനുഷ്യനാ പറയും എന്നെ ശക്തനാക്കുന്ന മഹാന്റെ സകലത്തിനും മതി. കാരണം ഇവിടെ തന്നെ പറയുന്നു മൃഗയുദ്ധം നടത്തിയത് പല ഭാഗത്തേക്കും പോയത് അതൊന്നും ഞാൻ ജഡത്തിലല്ല ചെയ്തത്. ഹാലേലൂയ. അതെല്ലാം എന്നെ ശക്തീകരിച്ച്, എന്നെ നയിച്ച്, എന്നെ കൺട്രോൾ ചെയ്ത അവന്റെ കൺട്രോളിലായിരുന്നു ഞാൻ എല്ലാം ചെയ്തത്. ആ പൂർണ്ണമായും ദൈവകൃപയിൽ ആശ്രയിച്ച് ഹാലേലൂയ ദൈവത്തിന്റെ ശക്തിയിലാണ് ദൈവം നടത്തിപ്പിലാണ് നടന്നതെന്ന് തിരിച്ചറിയണം. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ അറിയേണ്ട കാര്യം, നമുക്കൊരു പോരാട്ടം ഉള്ളപ്പോൾ നമ്മൾ പലയിടത്തും നമ്മൾ പോരാടും, പലയിടത്തും നമ്മൾ നിൽക്കുമ്പോ നമ്മൾ ഇവിടെയൊക്കെ ജയിച്ചു കയറി നിൽക്കുന്നതിന്റെ കാരണം പലപ്പോഴും ശത്രു നമ്മളെ അടിക്കാഞ്ഞിട്ടല്ല, തള്ളാഞ്ഞിട്ടല്ല, വീഴിക്കാഞ്ഞിട്ടല്ല, പക്ഷേ നമ്മൾ ഇന്നും കൃപയാൽ നിൽക്കുന്നതിന്റെ കാരണം നമ്മൾ ശക്തനാക്കുന്നതിന്റെ ശക്തി കാരണമാണ് നമ്മൾ നിൽക്കുന്നത്. ഹാലേലൂയ. അപ്പൊ വീണു പോകുമ്പോൾ തകർത്ത് കളയാൻ വേണ്ടി പലപ്പോഴും ശത്രു ഹാലേലൂയ നമ്മളെ കുറിച്ച് പദ്ധതി ഇട്ടപ്പോഴും പലതും നമുക്ക് അതിനെക്കാട്ട് മുന്നമേ ദൈവം അത് വെളിപ്പെടുത്തി നമ്മൾ അതിന് മാറ്റിവിട്ടതും പലപ്പോഴും ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കയറി പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ജീവനോടെ നിൽക്കുന്നു, ഇപ്പോഴും നമ്മൾ ദൈവകൃപയിൽ നിൽക്കുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. ദൈവകൃപയിൽ തന്നെ ആയിരിക്കുന്നതിന്റെ കാരണം ഹല്ലേലൂയ നമ്മുടെ കർത്താവിന്റെ സ്നേഹം മാത്രമല്ല, കർത്താവിന്റെ നമ്മുടെ മേൽ പകർന്ന ദൈവകൃപ അല്ലെങ്കിൽ ആ ശക്തിയാണ് നമ്മളെ നിർത്തുന്നത്. അപ്പൊ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാളെന്ന് പറയാൻ. കാരണം നാളെ മെയ് മാസം 5-ാം തീയതി ആകുമ്പോൾ ഞാൻ അത് പറഞ്ഞ 8 വർഷമാകാൻ പോകുന്ന ഹാലേ ദൈവകൃപ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്റെ കൂടെ അന്ന് രക്ഷപ്പെട്ട് സ്നാനപ്പെട്ടവന്ന് പലരും ഇന്ന് വിശ്വാസത്തിൽ പോലും ഇല്ല. ദൈവകൃപ
കൃപയില്ലാതെ നിൽക്കുമ്പോൾ ദൈവം ഒരുപാട് ബുദ്ധിമുട്ട് പ്രയാസത്തിൽ കൂടെ ഒരുപാട് മരണകരമായ അപകടത്തിൽ കൂടെ ഒന്ന് കടത്തിവിട്ട് ആമേ പോയ സമയത്ത് ആ ശക്തനാക്കുന്നതിന്റെ ശക്തി എന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ ശക്തിയിൽ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തിൽ തന്നെ പൂർണ്ണാശ്രയം, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ മേൽ, ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് നിൽക്കുക. അപ്പൊ നമ്മൾ അവിടെയൊക്കെ നമ്മൾ പുകഴുവാനല്ല നമ്മൾ ആരും ഞെളിയാതെ ആ നിർത്തുന്നവന്റെ ഇത്രയും വർഷം എനിക്ക് തിരിക്കുന്ന 20, 25, 30 വർഷമായിട്ടൊക്കെ വിശ്വാസത്തിൽ വന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ അവരൊക്കെ ഇപ്പൊ എന്താ പറയാ പല ആൾക്കാർ 50 വർഷത്തിന് മേലെയൊക്കെ അവരൊക്കെ കാണുമ്പോൾ അവരൊക്കെ ഇപ്പോഴും ശക്തരായിട്ടും ഒക്കെ നിൽക്കുന്ന കാണുമ്പോൾ അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കണം, അവരാരും മാനുഷ്യമായ ബന്ധങ്ങളല്ല അവർ ആശ്രയം. അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എപ്പോഴും നിലനിൽക്കും. കാരണം വെച്ചാൽ ആ ദൈവത്തിന്റെ ശക്തി അവരെ ബലഹീനമാകുമ്പോൾ അവർ കൂടി ചെല്ലുന്നത് കർത്താവിന്റെ പാദപീഠത്തിലേക്കായിരിക്കും. നിങ്ങൾ വഴി വെച്ച് നശിച്ചു പോകാതിരിക്കും, പുത്രനെ ചുംബിപ്പെന്ന് പറയുന്ന പോലെ നമ്മൾ ആ പുത്രനെയാണ് എന്നും ചുംബിക്കുന്നതെങ്കിൽ പുത്രനോടാണ് ചേർന്നിരിക്കുന്നത്. ആ പുത്രനോട് അത്രത്തോളം ഇന്റിമസി നമ്മൾ റിലേഷൻഷിപ്പ് വെക്കുകയാണെങ്കിലൊക്കെ ആ ശക്തിയെ തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തെ തിരിച്ചറിഞ്ഞ് പോവാണ് നമ്മളെ തകർത്ത് കളയാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നിന്ന് ജയത്തോട് വിളിച്ചു പറയാൻ പറ്റണം, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവളെന്ന് പറയാൻ കാരണം ഈ ശക്തിയാൽ നമ്മളെല്ലാവരും മുൻപോട്ട് പോകാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഈ വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.